CMFന്റെ CMF ഫോൺ 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഒരു ടീസർ ഇപ്പം ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം അടുത്ത് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. CMF ഫോൺ 1ന്റെ സക്സസർ ആയിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. എന്തായാലും ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 2 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ CMF ഫോൺ 2ൽ 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇപ്പം പഴയ വെർഷനിൽ 6.6 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ സൈസ് കുറച്ചും കൂടി കുറയുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസ് ആയിരിക്കും ഈ ഫോണിൽ വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ പഴയ പോലെ തന്നെ OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 Hz റിഫ്രഷ് റേറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഈ ഒരു ഫോണിൻ്റെ വില നമ്മൾ ഒരു 16,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ എസെൻഷ്യൽ കീ എന്നുള്ള ഒരു സെപ്പറേറ്റ് ബട്ടൺ വരുന്നതായിരിക്കും. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും. പിന്നെ പഴയ CMF ഫോൺ 1ൽ ബാക്ക് പാനലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ആക്സസറീസും നമ്മുടെ ഫോണിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലുള്ളൊരു ഡിസൈൻ തന്നെ ഈ ഒരു ഫോണിലും വന്നേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. MediaTek Dimensity 7300 എന്ന പ്രോസസ്സറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് ഇത്. ഭയങ്കര വലിയ അപ്ഗ്രേഡ് എന്നല്ല, ചെറിയൊരു അപ്ഗ്രേഡഡ് വെർഷനാണ് ഇത്. ഇപ്പോൾ പഴയ വെർഷനിൽ ഈ ഒരു MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ വരുന്നതായിരിക്കും. Android 15 ബേസ് ആയിട്ടുള്ള നത്തിങ് മോർ സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വെർഷനിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇല്ലായിരുന്നു. അപ്പം ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്നുള്ളത് ഒരു അപ്ഗ്രേഡ് ആയിരിക്കും. പിന്നെ 2 മെഗാ പിക്സൽ ഒരു സെൻസറും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. അപ്പോൾ തിരക്കില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ പഴയ വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്ഗ്രേഡ്സും വരുന്നതായിരിക്കും. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒരു അപ്ഗ്രേഡ് ആണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും വരിക. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തിരക്കില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ടീസർ ഓൾറെഡി ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലായിട്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വലിയ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CMF ഫോൺ 1 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഒരു 16,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും CMF ഫോൺ 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.